EP ജാവദേക്കർ, ശോഭാ സുരേന്ദ്രൻ, ദല്ലാൾ നന്ദകുമാർ ഇവരിലൂടെ വളർന്ന രാഷ്ട്രീയ വിവാദത്തിന്റെ തീ കെടുത്തുകയാണ് CPM നേതൃത്വത്തിന്റെ ആദ്യ നീക്കം. പ്രത്യക്ഷത്തിൽ CPM EP ജയരാജന്റെ വിശദീകരണം അംഗീകരിച്ച് അദ്ദേഹത്തിനെതിരെ കർശന നടപടിയില്ലെന്ന് തോന്നിപ്പിക്കുന്നുവെങ്കിലും പാർട്ടി ജയരാജനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ശോഭ നടത്തിയ ആരോപണങ്ങൾ EP-യുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളയുമ്പോഴും ആരോപണം ഉന്നയിച്ച ശോഭയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് പാർട്ടി നിർദ്ദേശം. അസംബന്ധം പറഞ്ഞതിനെല്ലാം കേസ്, തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം നിലപാടിനെ ശക്തിയായിട്ട് നിയമപരമായിട്ട് നേരിടും. ശുദ്ധ കളവ് പറയുന്നു, ശോഭയെ ഉൾപ്പെടെ. ഇനി തനിക്കെതിരെയുള്ള ആരോപണം തെറ്റാണെന്ന് തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തേണ്ടത് EP-യുടെ ബാധ്യതയാണെന്ന് മാത്രമല്ല, ദല്ലാൾ നന്ദകുമാറിനൊപ്പം ഒരു ബന്ധവും പാടില്ലെന്ന കർശന നിർദ്ദേശവും പാർട്ടി നൽകി. ദല്ലാൾ നന്ദകുമാറിനെ പോലുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടേറിയറ്റ് കാണുന്നത്. നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മുമ്പേ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഖാവ് ജയരാജനും ചൂണ്ടിക്കാണിച്ചത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ EP നൽകിയ വിശദീകരണം ഇനി കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്യും. അപ്പോഴേക്കും തന്റെ വാദങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ EP-ക്ക് കഴിയണം. അല്ലാത്ത പക്ഷം EP-ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തന്നെ നിർദ്ദേശം വരും. തുടർച്ചയായി കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരിക്കുന്ന EP-ക്ക് പാർട്ടി നടപടി മറികടക്കാൻ ശക്തമായ തെളിവുകളും ആവശ്യമാണ്. ചുരുക്കത്തിൽ EP-യുടെ ജാഗ്രത കുറവിനാൽ CPM-നേറ്റ ക്ഷീണം ഉറവിടത്തിൽ തന്നെ ഇല്ലാതാക്കാനാണ് പാർട്ടി തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.